പാലക്കാട് കൊട്ടേക്കാടിന് സമീപം ട്രെയിൻ ഇടിച്ച് കാട്ടാനയ്ക്ക് പരിക്കേറ്റു. ആനയെ വനപാലക സംഘം ഇപ്പോൾ നിരീക്ഷിക്കുകയാണ്. ആന വനത്തിനുള്ളിലേക്ക് കയറിപ്പോയി എന്നതാണ് വിവരം. സച്ചിൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്നും. സച്ചിൻ, രാത്രിയോടെയാണോ ഈ സംഭവം ഉണ്ടായത്? ഇന്ന് പുലർച്ചെ 3:00ഓടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 6 ആനകളാണ് ഈ കൊട്ടേക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള റെയിൽവേ ട്രാക്കിലൂടെ കടന്നുപോയത്. ഇതിൽ ഏറ്റവും പിന്നിൽ ഉണ്ടായിരുന്ന ആനക്കാണ് ഇത്തരത്തിൽ ഗുഡ്സ് ട്രെയിൻ ഇടിച്ച് അപകടമുണ്ടായിരിക്കുന്നത്. ആനയുടെ പിൻകാലിലാണ് ഗുഡ്സ് ട്രെയിൻ ഇടിച്ചിട്ട് പരിക്കേറ്റത്. ആന ഇപ്പോൾ സമീപത്തെ കാട്ടിനുള്ളിൽ തന്നെ നിലയുറപ്പിച്ച നിലയിലാണ് ഉള്ളത്. അതായത് ജനവാസ മേഖലയിലേക്ക് ട്രെയിൻ ഇടിച്ചതിന് ശേഷം ജനവാസ മേഖലയിലേക്ക് പോയ ആനയെ രാത്രി തന്നെ ആളുകൾ കണ്ടതിനെ തുടർന്ന് വിവരം അറിയിച്ചിരുന്നു. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും സ്ഥലത്തെത്തിയതിനു ശേഷം ആനയെ നിരീക്ഷിക്കുകയായിരുന്നു. ആനയുടെ പിൻകാലിലാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് എന്ന ഒരു സൂചനയാണ് നിലവിൽ അറിഞ്ഞത്. അതുപോലെ തന്നെ DFO അടക്കമുള്ള ആളുകൾ ഇപ്പോൾ നിലവിൽ അവിടെ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള വെറ്റിനറി സർജൻ എത്തിയതിനു ശേഷം മാത്രമേ ആനയുടെ പരിക്ക് എത്രത്തോളം കാഠിന്യമുള്ളത് ആണോ എന്ന് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ കൊട്ടേക്കാട് മേഖലയിൽ പലപ്പോഴായിട്ട് മുൻകാലങ്ങളിലും കാട്ടാനക്കൂട്ടം ഇറങ്ങാറുണ്ട്. അതായത് മലമ്പുഴ ഡാമിലടക്കമുള്ള വെള്ളം കുടിക്കാനടക്കം പോകുന്ന ആനകളാണ് ഇത്തരത്തിൽ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് ഈ മേഖലയിൽ എത്താറുള്ള ആനകൾ ഇറങ്ങുന്ന സ്ഥിരം സഞ്ചാരപാതയെ ആയതിനാൽ അവിടെ അണ്ടർഗ്രൗണ്ട് അടക്കമുള്ള കാര്യങ്ങൾ റെയിൽവേ മുന്നേ ഒരുക്കിയിട്ടുണ്ട്. കീർത്തി.